തുടർഭരണ മോഹവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന CPM നേതൃത്വത്തെയും പാർട്ടിയെ ആകെയും ഒരു ഗുരുതര രാഷ്ട്രീയ പ്രശ്നം അലട്ടുകയാണ്. CPM ഇപ്പോൾ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നേതൃത്വത്തെ മതിക്കുന്ന ആ പ്രശ്നം വളരെ വിചിത്രമാണ്. പാർട്ടിയുടെ വോട്ട് BJPയിലേക്ക് പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പിലും CPMന് ദുസ്വപ്നമാകുന്നത് സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്ന ഈ നിഗമനമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്നുള്ള പരിശോധനയിൽ ഈ ചോർച്ച മനസ്സിലാക്കിയെങ്കിലും അതപ്പോൾ ഒറ്റപ്പെട്ട കാരണമായിരുന്നില്ല. പാർട്ടി വോട്ടുകൾ BJPക്ക് മറിയുകയാണെന്ന CPM സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് ആധാരം. ആറ്റിങ്ങലിലെ LDF പരാജയത്തിന്റെ കാരണം വോട്ടുകൾ BJPക്ക് പോയതാണ്. ആലപ്പുഴയും തൃശ്ശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായി. ആറ്റിങ്ങലിൽ UDF വിജയിച്ചത് LDF വോട്ട് BJPക്ക് ചോർന്നതുകൊണ്ട് മാത്രമാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴിച്ചുള്ള 16 ലോക്സഭാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വർദ്ധിച്ചു. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFിനേക്കാൾ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടി. LDFിന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും 18 ആണ്. BJP അടുത്തെത്തിയത് 11 മണ്ഡലങ്ങളിൽ ലീഡുമുണ്ട്. വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് BJP നടത്തിയ നീക്കം ഗൗരവത്തോടെ കണ്ടില്ലെന്ന സ്വയം വിമർശനവും പാർട്ടി നടത്തുന്നുണ്ട്. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴിച്ചുള്ള 16 ലോക്സഭാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വർദ്ധിച്ചത് തന്നെയാണ്. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFിനേക്കാൾ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടി. LDFിന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും 18 തന്നെ. ഇതും BJP ഗൗരവത്തിലെടുക്കുന്നുണ്ട്. 2019 സമാനമായി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ നിലംപരിച്ചായത് CPMഉം LDFുമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാൻ BJPക്കായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രകടനം വിലയിരുത്തിയാൽ 140 മണ്ഡലങ്ങളിൽ 110 മണ്ഡലങ്ങളിലും UDF തേരോട്ടമായിരുന്നു. BJP 11 നിയമസഭാ മണ്ഡലങ്ങൾ സ്വന്തമാക്കിയെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് BJP മുന്നിലെത്തിയ അസംബ്ലി സീറ്റുകൾ. BJP ഒന്നാം സ്ഥാനത്തെത്തിയ നിയമസഭാ സീറ്റുകളിലെല്ലാം CPMന്റേതാണെന്ന പ്രത്യേകതയുമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് സമാനമായ അവസ്ഥ നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പോലെ ഒരു സീറ്റ് മാത്രമാണ് CPMന് അന്നും ലഭിച്ചത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു. BJP സ്വന്തമാക്കിയ മണ്ഡലങ്ങൾ ഇവയെല്ലാമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ, കാട്ടാക്കട, തിരുവനന്തപുരം മണ്ഡലത്തിലെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തൃശൂർ മണ്ഡലത്തിലെ മണലൂർ, ഒല്ലൂർ, തൃശൂർ നാട്ടിക, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് LDFും UDF 41 സീറ്റുമാണ് നേടിയിരുന്നത്. NDAക്ക് ഒരു സീറ്റിലും ജയിക്കാനായിരുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷമായിരുന്നു 2021 LDF വലിയ തിരിച്ചുവരവ് നടത്തിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കണക്ക് പരിശോധിക്കുമ്പോൾ 123 സീറ്റുകളിൽ UDF ലീഡ് നേടിയിരുന്നു. 16 സീറ്റുകളിൽ അന്ന് LDF ലീഡ് നേടിയപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട നേമത്ത് NDAക്കായിരുന്നു ഭൂരിപക്ഷം. 11 നിയമസഭാ സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയതിനു പുറമെ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ 8 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്താനായിട്ടുണ്ട്. BJP ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങളും LDFിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇതിൽ മന്ത്രിമാരായ K രാജന്റെ ഒല്ലൂർ, V ശിവൻകുട്ടിയുടെ നേമം, R ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുടയും ഉൾപ്പെടുന്നുവെന്നത് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിട്ടുണ്ട്.